വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. നമ്മൾ ഇന്നലെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് BSc നഴ്സിംഗ് സ്പെഷ്യൽ അലോട്ട്മെന്റ് വന്നതിന് ശേഷം വന്നിട്ടുള്ള ഡൗട്ട്സിനെ ക്ലിയർ ചെയ്യാനാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് BSc നഴ്സിംഗ് ഓപ്ഷൻ വെച്ച കുട്ടികൾ അഡ്മിഷൻ എടുക്കാത്ത കുട്ടികളും ഉണ്ടാവും, അഡ്മിഷൻ എടുത്ത കുട്ടികളും ഉണ്ടാവും, ഇതുവരെയും അലോട്ട്മെന്റ് കിട്ടാത്ത കുട്ടികളും ഉണ്ടാവും. അപ്പോൾ ഇവരൊക്കെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റി നമുക്ക് പറയാം. ഫസ്റ്റ് പറയാൻ പോകുന്നത്, ഇപ്പോൾ BSc നഴ്സിംഗിന് കഴിഞ്ഞ 3rd അലോട്ട്മെന്റിൽ കിട്ടി, ആ കുട്ടി പോയി കോളേജിൽ അഡ്മിഷൻ എടുത്തു. അങ്ങനെയുള്ള കുട്ടി അടുത്ത സ്പെഷ്യൽ അലോട്ട്മെന്റ് 4ൽ പങ്കെടുത്തതിന്റെ റീസൺ തന്നെ ആ കുട്ടിക്ക് ആ കോളേജ് ഇഷ്ടപ്പെടാത്തത് കൊണ്ടും അടുത്തൊരു ഇഷ്ടപ്പെട്ട കോളേജിലോട്ട് മാറാൻ വേണ്ടിയിട്ടുമാണ്. അങ്ങനെ ഇഷ്ടപ്പെട്ട കോളേജിലേക്ക് മാറിക്കിട്ടിയ, അതായത് 4th സ്പെഷ്യൽ അലോട്ട്മെന്റ് 1ൽ മാറിക്കിട്ടിയ കുട്ടികൾ ചെയ്യേണ്ടത്, ഈ പഴയ കോളേജ് നിങ്ങൾക്ക് അവിടെ ക്യാൻസൽ ആയി, നിങ്ങൾ ആ കോളേജിൽ ഡയറക്റ്റ് പോയിട്ട് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് വാങ്ങുക. അതുപോലെ നിങ്ങൾ അവിടെ 1 ലക്ഷം രൂപയൊക്കെ ആയിരിക്കും സെൽഫ് ഫിനാൻസിങ്, അല്ലെങ്കിൽ ഗവൺമെന്റ് കോളേജസിൽ വേറെ രീതിയിലുള്ള ഫീസാണ്, ഫീസ് സ്ട്രക്ചർ ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ അത് ബേസ് ചെയ്ത് നിങ്ങൾ കൊടുത്ത ഫീസ് നിങ്ങളുടെ കയ്യിൽ തിരിച്ചു വാങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. അങ്ങനെ കോളേജ് തരാൻ ചാൻസ് ഇല്ല. അല്ലാത്ത പക്ഷം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് വരുന്നത്. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുമ്പോൾ അത് എത്ര ദിവസത്തിനകം എത്തും എന്നത് ഒരു കോളേജിൽ ചോദിച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. കാരണം ഓൾറെഡി ഇപ്പോൾ 1 ലക്ഷം രൂപ കഷ്ടപ്പെട്ടിട്ട് എങ്ങനെയെങ്കിലും കൊണ്ട് അടച്ച കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൈമിൽ അക്കൗണ്ടിലേക്ക് ആ രൂപ ക്രെഡിറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത കോളേജിലേക്ക് ക്യാഷ് അടച്ച് അഡ്മിഷൻ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് നിങ്ങളൊന്ന് കോളേജിൽ ചോദിക്കുക. ഒന്നാമത്തേത്, നിങ്ങളുടെ ഡോക്യുമെന്റ്സ് നിങ്ങൾ ഡയറക്റ്റ് വാങ്ങുക. കോളേജിൽ നിന്ന് എപ്പോഴാണ് ഫീസ് തരുന്നതെന്ന് ചോദിക്കുക. നമുക്കിനി ഓഗസ്റ്റ് 30 വരെ ടൈമുള്ളൂ, അതായത് 2 ദിവസം മാത്രമേ നമുക്ക് സമയമുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ നിങ്ങളുടെ ടോക്കൺ ഫീസിനെ പറ്റി നിങ്ങൾ പേടിക്കേണ്ട. LBS to LBS ആയതുകൊണ്ട് തന്നെ അത് LBS നിന്ന് മറ്റേ കോളേജിലേക്ക് ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ഫർ ആയി കഴിഞ്ഞു. പഴയ കോളേജിലേക്ക് ഇനി നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും അഡ്മിഷൻ എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒരിക്കലും പറ്റില്ല, അതവിടെ ക്യാൻസൽ ആയി. ഇനി പുതിയ കിട്ടിയിട്ടുള്ള അലോട്ട്മെന്റ് 1ൽ കിട്ടിയിട്ടുള്ള കോളേജിന് നിങ്ങൾ ഡയറക്റ്റ് പോയി വേണം അഡ്മിഷൻ എടുക്കാനുള്ളത്. അതായത് അത് എത്ര ദൂരെയോ ആയിക്കോട്ടെ, അത് നിങ്ങൾ ഡയറക്റ്റ് പോയി വേണം അഡ്മിഷൻ എടുക്കാനുള്ളത്. പല കുട്ടികൾക്കും ഇഷ്ടമില്ലാത്ത കോളേജാണ് സ്പെഷ്യൽ അലോട്ട്മെന്റ് 1ൽ കിട്ടി എന്ന് പറയുന്നുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്ത് ഇഷ്ടമുള്ള കോളേജസ് മാത്രം വെക്കുക. മുന്നേ ഉള്ള എല്ലാ കോളേജും എടുത്ത് വെച്ചിട്ട് ഒരു കാര്യവുമില്ല. സീറ്റ് വേക്കൻസി അനുസരിച്ചാണ് മുന്നോട്ടുള്ള ഓപ്ഷൻസ് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്വന്തം റിസ്കിലാണ് നിങ്ങളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഇതിൽ വരുന്ന ഡൗട്ടാണ്, എനിക്കിപ്പോൾ സ്പെഷ്യൽ അലോട്ട്മെന്റ് 1ൽ കിട്ടിയല്ലോ, കിട്ടിയ സ്ഥിതിക്ക് ഞാൻ അവിടെ അഡ്മിഷൻ എടുക്കുന്നില്ല, എനിക്ക് താല്പര്യമില്ല എനിക്ക് അവിടെ എടുക്കാൻ വേണ്ടിയിട്ട്, എന്നാൽ എനിക്ക് 3rd കിട്ടുമോ എന്ന് ചോദിക്കും. ഇല്ല, 3rd ക്യാൻസൽ ആയി കഴിഞ്ഞു. ഇനി നിങ്ങൾ തിരിച്ചു പോക്ക് എന്ന ഒരു പരിപാടിയേ ഇല്ല എന്നത് മനസ്സിലങ്ങ് ഉറപ്പിക്കുക. ഇപ്പോൾ നിങ്ങളുടെ അലോട്ട്മെന്റ് സ്റ്റാറ്റസ് എവിടെ നിൽക്കുന്നുവോ അവിടെയാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടത്. നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ അലോട്ട്മെന്റ് 2ലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പക്ഷെ അത് നിങ്ങളുടെ സ്വന്തം റിസ്കിൽ വേണം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. നിങ്ങൾ ഓൾറെഡി ടോക്കൺ ഫീ അടച്ചിട്ടുണ്ട്, അതെല്ലാം ട്രാൻസ്ഫർ ആകും. കാരണം ഇനി വരുന്നത് സീറ്റ് വേക്കൻസി വരുന്ന കോളേജസ് മാത്രം വെച്ചിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ ഇനി അടുത്ത വേക്കൻസി സീറ്റ് ലിസ്റ്റ് വരുന്ന സമയത്ത് അതിനകത്ത് നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ച്, നിങ്ങളുടെ മാർക്ക് അനുസരിച്ച്, നിങ്ങളുടെ റാങ്ക് അനുസരിച്ച് ഏതെങ്കിലും കുട്ടികൾ വാക്കന്റ് സീറ്റ് വന്നിട്ടുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത്. നിങ്ങളുടെ സ്വന്തം റിസ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ ഒരിക്കലും അത് റെക്കമെൻഡ് ചെയ്യില്ല. കാരണം എന്ന് പറയുന്നത്, സെപ്റ്റംബർ 30 ആകുമ്പോൾ തന്നെ എല്ലാ അഡ്മിഷനും ക്ലോസ് ചെയ്ത് ഓൾമോസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം എന്നതാണ് INC-യിൽ നിന്നും അറിയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിങ്ങനെ ഡിലേ ആയിക്കൊണ്ടിരിക്കുന്നതനുസരിച്ച് ചിലപ്പോൾ LBS അവരുടെ അപ്ഡേറ്റിന്റെ രീതികൾ മാറ്റാനുള്ള ചാൻസ് ഉണ്ട്. അഡ്മിഷൻ കിട്ടിയ കുട്ടികൾ ഇങ്ങനെ അഡ്മിഷൻ എടുക്കാതെ പോയി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. നിങ്ങളൊരു സീറ്റ് സെക്യൂർ ചെയ്തുകൊണ്ട് മുന്നോട്ട് അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നതാണ് എനിക്ക് പറയാനുള്ളത്.
അതുപോലെ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ക്ലിയർ ആയി വരാൻ വേണ്ടി ഞാനൊരു എക്സാമ്പിൾ കൂടി പറഞ്ഞു തരാം. കഴിഞ്ഞ വർഷം 300-ല് 300 ഇൻഡെക്സ് മാർക്കുള്ള കുട്ടിയായിരുന്നു. ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട കോളേജ് എന്ന് പറയുന്നത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരമാണ്. അപ്പോൾ ആ കുട്ടി ആ കോളേജ് തന്നെ പ്രയോറിറ്റി വെച്ച് ലാസ്റ്റ് വരെയും പോയി. കിട്ടിയ ഒരു കോളേജിലും അഡ്മിഷൻ എടുത്തുമില്ല. ലാസ്റ്റ് സ്പോട്ട് വരെ പോയപ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ബാക്കിയുള്ള തേർഡ് അലോട്ട്മെന്റിന് ശേഷമുള്ള എല്ലാ അലോട്ട്മെന്റും വാക്കൻസി സീറ്റിന് വേണ്ടിയിട്ടുള്ള അലോട്ട്മെന്റ്സ് ആണ്. അപ്പോ ഓൾറെഡി ട്രിവാൻഡ്രം ഗവൺമെന്റ് കോളേജിലെ എല്ലാ സീറ്റും ഫില്ലായ സ്ഥിതിക്ക് നമുക്ക് 300-ന് 300 മാർക്ക് ഉണ്ട്, നമുക്ക് റാങ്ക് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഇരുന്നിട്ട് ഒരു കാര്യവുമില്ല. നമ്മുടെ കാറ്റഗറി അനുസരിച്ച് നമ്മുടെ റിസർവേഷൻ സീറ്റ് അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റ് രീതിയിലുള്ള സീറ്റ് നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കിട്ടുകയുള്ളൂ. 300-ന് 300 റാങ്ക് ഉണ്ട്, എനിക്ക് നല്ല മാർക്ക് ഉണ്ട് എന്ന് വിചാരിച്ച് ഒരിടത്തും അഡ്മിഷൻ എടുക്കാതെ എനിക്ക് ഇന്ന കോളേജ് വേണം എന്ന് വാശി പിടിച്ച് നിൽക്കുന്ന കുറെ കുട്ടികളുണ്ട്. അതുകൊണ്ടാണ് ഇത് എടുത്തു പറഞ്ഞത്. പലരുടെയും കമന്റ്സ് കാണുമ്പോൾ നമുക്കത് മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾ ഇപ്പോ അഡ്മിഷൻ കിട്ടിയ കുട്ടികൾ അഡ്മിഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്നതാണ് നല്ലത്. ഇപ്പോഴുള്ള അപ്ഡേറ്റിൽ നെക്സ്റ്റ് അലോട്ട്മെന്റ് സ്പെഷ്യൽ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് NOC ഇല്ലാതെ പങ്കെടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോളേജിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാറ്റഗറിയിലുള്ള സീറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ വാശി പിടിച്ച് നിന്നിട്ട് ഒരു കാര്യവുമില്ല എന്നതും കൂടി നിങ്ങൾ മനസ്സിലാക്കാം. ഇതാണ് ഓൾറെഡി അഡ്മിഷൻ എടുത്തിട്ട് നെക്സ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയതിന് ശേഷം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു നിൽക്കുന്ന കുട്ടികളോട് എനിക്ക് പേഴ്സണലി പറയാനുള്ള കാര്യം, നിങ്ങൾക്ക് മുന്നോട്ട് പങ്കെടുക്കാം, അതിന് പ്രശ്നമൊന്നുമില്ല. നിങ്ങളുടെ സ്വന്തം റിസ്കിൽ നിങ്ങൾ പങ്കെടുക്കാം. ഇതുവരെയും അലോട്ട്മെന്റ് കിട്ടാത്ത കുട്ടിക്ക് ആദ്യമായിട്ടാണ് 4th അലോട്ട്മെന്റിൽ BSc നഴ്സിംഗിന് കിട്ടിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഉടനെ തന്നെ ടോക്കൺ ഫീസ് അടയ്ക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജ് ആയാലും ഇഷ്ടമില്ലാത്ത കോളേജ് ആയാലും നിങ്ങൾ ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടത് നിർബന്ധമായ കാര്യമാണ്. എന്നാൽ മാത്രമേ നിങ്ങളെ ബാക്കിയുള്ള സ്പെഷ്യൽ അലോട്ട്മെന്റ്സിലേക്ക് പങ്കെടുപ്പിക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് ഇതിൽ ഇഷ്ടപ്പെട്ട കോളേജ് കിട്ടിയ കുട്ടികൾ നമ്മൾ ഓൾറെഡി BSc നഴ്സിംഗിന്റെ ഡോക്യുമെന്റ്സിന്റെ ഒക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് ചെന്ന് കണ്ടു നോക്കി എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. പ്രോസ്പെക്ടസിലും എല്ലാം വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടി വിശദീകരിച്ച് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമ്മൾ 2-3 വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് ഡോക്യുമെന്റ്സ് വീഡിയോ കണ്ടതിന് ശേഷം ആ ഡോക്യുമെന്റ്സ് എല്ലാം പ്രിപ്പയർ ചെയ്യണം. കോളേജിൽ ഡയറക്റ്റ് വിളിക്കണം. വിളിച്ച് ചോദിച്ച് അഡ്മിഷൻ ഇതുപോലെ എടുക്കാൻ വരുന്നുണ്ട്, ഇന്ന ദിവസം വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇന്ന ഡോക്യുമെന്റ്സ് ആണ്, എത്രയാണ് ഫീസ് സ്ട്രക്ചർ, ഇതെല്ലാം റെഡിയാക്കി കൊണ്ടുവേണം നിങ്ങൾ ഓഗസ്റ്റ് 30-ന് മുന്നേ ആയിട്ട് പോയി അഡ്മിഷൻ എടുക്കാൻ. ഡയറക്റ്റ് അഡ്മിഷൻ ആണ്. എല്ലാവരും ഇനി ഡയറക്റ്റ് തന്നെ പോയി അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇനി ആർക്കെങ്കിലും ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി വരുന്ന സ്പെഷ്യൽ അലോട്ട്മെന്റുകൾ എല്ലാം പുതിയതായിട്ട് നിങ്ങൾ ഓപ്ഷൻ വെച്ചുകൊണ്ടേയിരിക്കണം. അതായത് ഇനി നമുക്ക് ഓഗസ്റ്റ് 30-ന് ശേഷം ഇനി അടുത്ത വാക്കൻസി സീറ്റ് നമുക്ക് അലോട്ടഡ് ലിസ്റ്റിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ ഓൾറെഡി വാക്കൻസി സീറ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് ഫുള്ള് കണ്ട് മനസ്സിലാക്കിയ കുട്ടികൾക്ക് നന്നായിട്ട് മനസ്സിലാവും. നമുക്ക് ആ വാക്കൻസി സീറ്റ് അനുസരിച്ച് ഇന്നടത്തൊക്കെ വാക്കൻസി ഉണ്ട്, നമ്മുടെ കാറ്റഗറി അനുസരിച്ചാണ്, നമ്മുടെ മാർക്ക് അനുസരിച്ചൊക്കെ ഉള്ള വേക്കൻസി ആണ് ഉള്ളത് എന്നത് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അവിടോട്ട് നമ്മുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ പ്രയോറിറ്റി ചെയ്ത് വെക്കുക. എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങളുടെ ഓപ്ഷൻസ് നിങ്ങൾ പ്രയോറിറ്റി അനുസരിച്ച് വെക്കുക. നിങ്ങൾക്ക് ആദ്യം ഇഷ്ടപ്പെട്ടത് പിന്നെ കുറച്ച് ഇഷ്ടപ്പെട്ടത് അങ്ങനെ എല്ലാ വീഡിയോസിലും പറയുന്ന കാര്യമാണ്. എന്നിട്ട് ഒരു കമന്റ് വന്നതായിരുന്നു, നമുക്ക് ഒരു കുട്ടി ഓപ്ഷൻ വെച്ചു, 10 ഓപ്ഷൻ വെച്ചതിൽ 5ാമത്തെ ഓപ്ഷൻ ആ കുട്ടിക്ക് കിട്ടി, പക്ഷെ ആ കുട്ടിക്ക് വേണ്ടത് 7ാമത്തെ ഓപ്ഷൻ ആണ്. ഇപ്പോ ഇന്നലെ വന്ന കമന്റ് ആണ്, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് വന്ന ഓപ്ഷൻ താനെ ക്യാൻസൽ ആയി, ഇനി പുതുതായിട്ട് ഓപ്ഷൻ വെച്ച് മുന്നോട്ട് പോവാം എന്നുള്ളതാണ്. ആ കുട്ടിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, അഡ്മിഷൻ എടുക്കാതെ വിടാം. നെക്സ്റ്റ് ഞാൻ പറയുന്നു, സ്വന്തം റിസ്കിലാണ് അടുത്ത നിങ്ങൾ ഓരോ അലോട്ട്മെന്റിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാരണം ഇത് നമുക്ക് ഓൾറെഡി ഒരുപാട് സീറ്റ് ഇല്ല, നമുക്ക് ഉള്ള സീറ്റിനെ ഫില്ല് ചെയ്യുന്നതാണ് ഇതിലൂടെ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഇനിയിപ്പോ സ്പെഷ്യൽ അലോട്ട്മെന്റ് ഒന്നും വേണ്ട, ഡയറക്റ്റ് ആയിട്ട് സ്പോട്ടിന് പറ്റുമെന്ന് പല കുട്ടികളും ചോദിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് സ്പെഷ്യൽ അലോട്ട്മെന്റിൽ ഒന്നും പങ്കെടുക്കാതെ സ്പോട്ടിൽ പങ്കെടുക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ സ്പോട്ടിൽ നിങ്ങൾ എടുക്കുമ്പോൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ളതുണ്ട്. അപ്പൊ ഈ വർഷത്തെ അപ്ഡേറ്റ് എങ്ങനെയാണ് എന്നുള്ളത് സർക്കുലർ വന്നാൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ വർഷത്തെ രീതി ഒന്ന് പറഞ്ഞു തരാം. സ്പോട്ടിന് നിങ്ങൾക്ക് അവിടെ സെന്ററിൽ പോയി നിങ്ങൾ ഓപ്ഷൻസ് വെച്ചിട്ട് അവരാണ് അവിടെ നിന്ന് തീരുമാനിക്കുന്നത്. നിങ്ങൾ വെച്ച ഓപ്ഷൻ അനുസരിച്ച് നിങ്ങളെ സെലക്ട് ചെയ്യും.
അവിടെ വെച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും അതിന് ഏത് കോളേജ് ആയാലും നിങ്ങൾ അഡ്മിഷൻ എടുക്കണം. അഡ്മിഷൻ എടുക്കാത്ത പക്ഷം നിങ്ങളുടെ റീഫണ്ട് തിരിച്ചു തരില്ല. അതായത് നിങ്ങൾക്ക് ടോക്കൺ ഫീ പോലും ചിലപ്പോൾ റീഫണ്ട് ചെയ്ത് തരത്തില്ല. അതൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ തന്നെ പാരാമെഡിക്കലിന്റെ Q&A സെക്ഷൻ ഉടനെ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇതുപോലുള്ള അപ്ഡേറ്റ്സിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.